ജൂൺ 26 വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ. ജനനം 1902 ജനുവരി 9 സ്പെയിനിൽ. മരണം 73-ാമത്തെ വയസ്സിൽ 1975 ജൂൺ 26 റോമിൽ. ഓപ്പസ് ദേ, ഇംഗ്ലീഷിൽ വർക്ക് ഓഫ് ഗോഡ് എന്ന ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നയിക്കുവാൻ അൽമായരെയും വൈദികരെയും പഠിപ്പിച്ച വിശുദ്ധനാണ് ജോസ് മരിയ എസ്ക്രീവ. സ്പെയിനിലെ ഒരു കച്ചവടക്കാരനും ടെക്സ്റ്റൈൽസ് ബിസിനസ്സിൽ പങ്കാളിയുമായ ജോസ് എസ്ക്രീവയുടെയും ഭാര്യ മരിയയുടെയും 6 മക്കളിൽ രണ്ടാമത്തവനും 2 ആൺമക്കളിൽ മൂത്തവനുമായാണ് ജോസ് മരിയ എസ്ക്രീവ ജനിക്കുന്നത്. 2 വയസ്സുള്ളപ്പോൾ കുഞ്ഞു ജോസിന് അപസ്മാരം വരികയും ആ കുട്ടി മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതുകയും ചെയ്തു. അവൻ്റെ അമ്മ മരിയ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തങ്ങളുടെ ഗ്രാമപ്രദേശത്തുള്ള മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുസ്വരൂപത്തിന് മുന്നിൽ പോയി സമർപ്പിക്കുകയും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായി ആ കുഞ്ഞ് ജീവനിലേക്ക് പ്രവേശിച്ചു. ഇനി എന്താകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സന്യാസി മഞ്ഞുമലയിലൂടെ നഗ്നപാതനായി നടന്നു പോകുന്നത് കാണുവാനിടയായി. ഇത് തൻ്റെ ദൈവവിളിയാണെന്ന് മനസ്സിലാക്കിയ ജോസ് മരിയ തൻ്റെ പിതാവിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് സെമിനാരി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. തിയോളജിയിലും സിവിൽ നിയമത്തിലും അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. എപ്പോഴും പ്രസന്നതയോടുകൂടി മാത്രം കാണാനാകുന്ന ജോസ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരുന്നു. അദ്ദേഹം ഓപ്പസ് ദേ, വർക്ക് ഓഫ് ഗോഡ് എന്ന തൻ്റെ ആശയത്തെ സാധാരണ മനുഷ്യരിലേക്കും വൈദികരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു. അതായത് നാം ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവൃത്തികളിലും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും നാം അതിനൊരു ഉപകരണം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് നൽകിക്കൊണ്ട് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്നെയും മറ്റുള്ളവരെയും പരിശീലിപ്പിക്കുകയും അതിൽ പ്രാവീണ്യം നേടുവാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സ്പെയിനിലെ ചേരികളിലും ആരോരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഗ്രാമപ്രദേശങ്ങളിൽ കിടന്നിരുന്ന പാവപ്പെട്ടവരെയും രോഗികളെയും കണ്ടെത്തി അവർക്ക് ആവശ്യമായ ചികിത്സകളും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെയും ഓരോ കുഞ്ഞു പ്രവൃത്തികളിലും ദൈവത്തിന് നന്ദി പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം റോമിലേക്ക് കടന്നു വരുന്നത്. അവിടെയും തൻ്റെ പ്രവൃത്തികൾക്ക് മാറ്റമില്ലാതെ ഒരു തുടർച്ച നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഓപ്പസ് ദേയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം 43 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. 1975 ജൂൺ 26 ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിക്കുമ്പോഴേക്കും 80 രാജ്യങ്ങളിൽ 60,000-ഓളം അംഗങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി കഴിഞ്ഞിരുന്നു. ഫ്രാൻസിസ് പാപ്പായും ബെനഡിക്ട് 16-ാമൻ പാപ്പായും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായും ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും വാചാലതയോടുകൂടി പ്രസംഗിക്കുമായിരുന്നു. അതേപോലെ മറ്റുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്രകാരം വളരണമെന്ന് അവരുടെ പ്രസംഗങ്ങളിലൂടെ ഫാദർ ജോസ് മരിയ എസ്ക്രീവയെ സാക്ഷ്യമാക്കിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. 2002 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഫാദർ ജോസ് മരിയ എസ്ക്രീവയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വചനം റോമ 14-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. വിചിന്തനം: നമുക്കെല്ലാവർക്കും സമ്പന്നരോ ബുദ്ധിമാന്മാരോ പ്രശസ്തരോ ആയിത്തീരുവാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും ഒരു വിശുദ്ധനാകാനുള്ള വിളി, ഒരു വിശുദ്ധയാകാനുള്ള വിളി നമ്മളിലേവരിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ദൈവത്തോടും മറ്റുള്ളവരോടും വിശ്വസ്തരായിരിക്കുവാൻ വേണ്ടി ഈ ഒരു ദിവസം പരിശ്രമിക്കാം. ഇന്നേ ദിവസം മാത്രമെങ്കിലും ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയുമായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.